ഹലോ മച്ചന്മാർ, അപ്പോൾ നമ്മുടെ പുതിയ ചേസ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായി. അതിൻ്റെ വണ്ടി ഇതേ ഇവിടെ ശരത്തെണ്ണം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വണ്ടി എടുത്തിട്ട് പോകണ പണി മാത്രമുള്ളൂ. അപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ വണ്ടി എടുക്കുന്നു. അപ്പോൾ വണ്ടി നല്ല കിടിലനായിട്ടാണ് പണിതിറക്കിയേക്കണേ. അപ്പോൾ സെഡ് വേഗം തോന്നുന്നു ബോഡി പണിതേക്കണത്. നല്ല ലൈക്ക് വർക്കാണ് വണ്ടിയിൽ ഉള്ളു വന്നേക്കണേ. ഇതിൻ്റെ ഈ റിവ്യൂ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഇപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് ഇവിടേക്ക് പോകണം. എനിക്കൊരു കളർ വണ്ടിയുടെ ഓട്ടം ഉണ്ടായിരുന്നു, അത് ഞാൻ വിട്ട് അത് അർജുൻ ബ്രോക്ക് കൊടുത്തു. അപ്പോൾ ആൾ വണ്ടി എടുത്തിട്ട് പൊക്കോളും. കളർ വണ്ടി ഇന്ന് 3 ആൾക്കാണ് ട്രിപ്പ് പോയേക്കണേ. അപ്പം നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോവാം. ഇന്നിപ്പോൾ വേഗം പോവാം, അത് കാരണമാണ് വേഗം എത്താനും പറ്റും. പിന്നെ അത്രയും നമ്മൾ അങ്ങോട്ട് ടൈം കൊടുക്കേണ്ട വരില്ല. നമ്മൾ എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് കിട്ടണ റിസൾട്ടൊക്കെ നല്ല റിസൾട്ടാണ്. നിങ്ങൾ നല്ല വ്യൂസ് തരുന്നുണ്ട്. എല്ലാവരും ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ്, വൺ ആൻഡ് ഓൺലി സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഈ 4 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടിയും കൊണ്ട് നാട്ടിലേക്ക് റിട്ടേൺ. അപ്പോൾ നമ്മുടെ ചേസ് പോലെ വണ്ടി ഇപ്പോൾ ഇതേപോലെ പുതിയതായിട്ട് നമ്മുടെ വണ്ടി വരുന്നത്. ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് സ്ട്രൈക്കേഴ്സ് ചെയ്തേക്കണത്. പ്രകാശിൻ്റെയാണ് വണ്ടി വന്നേക്കണേ. പിന്നെ നമ്മൾ പ്രകാശിൽ കൊണ്ടുപോയി ചെയ്തു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. റെഡ് വാഡിലുമായിട്ട് വണ്ടിയുടെ സ്റ്റീറിംഗ് ഒന്ന് മാറ്റാണ്ടായിരുന്നു, അതൊക്കെ മാറ്റി സെറ്റാക്കി. പിന്നെ ബോഡിയൊക്കെ സെഡ് വാഡോയാണ് പണിതേക്കണം. അപ്പം അവരൊക്കെ കിടുവായിട്ട് പണിതുണ്ട്. ലിപ്പൊക്കെ അവർ കിടുവായിട്ട് ചെയ്തുന്നുണ്ട്. ബോഡി വന്നേക്കുന്നത് പ്രകാശിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലെ വണ്ടികൾ കൊണ്ടുവരാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറ്റും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നതിൽ പകുതി പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്, ലൈക്കും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നല്ലൊരു വണ്ടി നമുക്ക് കിട്ടുന്ന പ്രതീക്ഷ. സ്റ്റിക്കർ വർക്കൊക്കെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ RX-ന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ട വരും. കുറച്ച് പണിയും കൂടി ഉണ്ട് ബാക്കി. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് കിടിലൻ വണ്ടിയാണ് വന്നേക്കണം. നമുക്ക് അടുത്തത് ഈ വണ്ടിയായിട്ടൊരു ട്രിപ്പ് ഉണ്ട്. ട്രിപ്പ് വന്നേക്കണത് വയനാട് ആ ഭാഗത്തേക്ക്. അപ്പോൾ ആ ട്രിപ്പും എന്തായാലും പൊളിക്കും. അപ്പോൾ അവിടെ വണ്ടി എടുത്തിട്ട് പോവാം. വയനാട് ആ ഭാഗം കൊണ്ട് നല്ല രസമാണ് കാണാൻ, പ്രകൃതി രമണീയമായ സ്ഥലം. പിന്നെ വേറെ അങ്ങനെ പറയാനായിട്ട് ഇനിയൊരു ട്രാവലർ എടുക്കണം. ട്രാവലർ കൊണ്ടുപോയാൽ നോക്കും മാക്സിമം. ഇപ്പോൾ ഒരു ട്രാവലറും കൂടി എടുക്കണം. അതും കൂടി കിട്ടിയാൽ പിന്നെ മനസ്സിലാവും. ഇപ്പോൾ 2 ബസ് ഉണ്ട്, ഇനിയും ബസ്സുകൾ വാങ്ങണം. അപ്പോൾ ഇനിയും ഒന്നും കൂടി നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇനിയും ബസ്സുകൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇനി 100K സബ്സ്ക്രൈബ്സ് കിട്ടുക വെച്ചാൽ 100K സ്പെഷ്യൽ എഡീഷൻ ബസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊളിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ 100K ലൈക്ക്, റോഡ് ടു 100K. ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയാൽ 100 സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്പെഷ്യൽ എഡീഷൻ വണ്ടി ഉണ്ടാവും. 100K ആയാൽ അതിലും കിടിലൻ ബസ് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി വണ്ടി വരാൻ പോകുന്നത് ZS3 ആണ് ഇനി വരാൻ പോണ വണ്ടി. അത് അത്യാവശ്യം നല്ല ലൈറ്റ് വർക്കിലൊക്കെ ആയിരിക്കും ആ വണ്ടി വരിക. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ ഒരു 2 ട്രിപ്പ് ഉണ്ട് നമുക്ക്. ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്തത് ആ വണ്ടി ആയിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ ലൈറ്റ് വർക്കൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കാര്യം ഈ വണ്ടി നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ടിട്ട്
അവിടുന്ന് പിന്നെ വീട്ടിൽ പോകണം. 2 ദിവസമായി കർണാടകയിൽ തന്നെ. അപ്പം അവിടുന്ന് വീട്ടിൽ പോകണം. അത്രയും മണിയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസം കിടന്ന് റെസ്റ്റ് എടുത്ത് നാളെ ട്രിപ്പിനനുസരിച്ച് പോകണം. അത് ഈ വണ്ടി കൊണ്ടാണ് ഗൈസ്. ഈ വണ്ടി കൊണ്ടാണ് പിള്ളേർ ട്രിപ്പ് എടുത്ത് അങ്ങനെ വണ്ടർലയിലേക്കാണ്. വണ്ടർല വയനാട് പറഞ്ഞിട്ടുണ്ടായി, ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, 3 ഊട്ടി വണ്ടർല ആ ഒരു റൂട്ടാണ് പോകാൻ പോണത്. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്ന കാര്യം GD7 പാക്കേജാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊരു പാക്കേജ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. നല്ല പാക്കേജാണ് കണ്ടതിലൊക്കെ വെച്ച്. അപ്പോൾ നമ്മുടെയും വരുന്നുണ്ട്. നമ്മുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് പാർട്ട്ണർ. അതൊരു പാക്കേജ്. നമ്മൾ ടൂർ എടുക്കണമല്ല, ഇവർക്കും പാക്കേജ് വേണ്ടവർക്ക് ഞങ്ങൾ പാക്കേജ് കൊടുക്കാറുണ്ട്. അലൻസിൻ്റെ ഒക്കെ പാക്കേജും ഉണ്ട്. ഇപ്പം നമ്മുടെ കളർ വണ്ടിയിൽ നിന്ന് പോയേക്കണത് കോളേജ് ട്രിപ്പാണ്. അവർക്ക് പാക്കേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കിഡു വണ്ടികളാണ് നമ്മൾ ഇറക്കാറുള്ളതും. അച്ഛൻ നിർത്തിയിടട്ടെ. അതിന് അപ്പുറത്ത് നിന്ന് നമ്മുടെ RX കയറാറുണ്ട്. അപ്പോൾ ആളും കൂടിയും കയറിയിട്ട് നമുക്ക് പോവാം. ആള് വരുന്നുള്ളൂ. ഓക്കെ, ആൾ വന്നു തോന്നുന്നില്ല. വരണുള്ളൂ ബൈക്കിൽ. വണ്ടിയുടെ എഡിഷൻ ഏകാലവിന് എന്നാണ്. ഇപ്പോൾ സ്റ്റിക്കർ വർക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇത് മൈറ്റ് വാരിയർ എന്നാണ് എഡിഷൻ നെയിം വന്നേക്കണം. ചെക്കൻ വണ്ടി വണ്ടിയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ ഇറക്കിയപ്പോൾ ഉള്ള ചേസ്. പിന്നെ സ്റ്റിയറിംഗ് ഞാൻ ബ്ലൂ മാറ്റി ബ്ലാക്ക് ആക്കിയിട്ടുണ്ടെന്നുള്ളൂ. വേറെ വ്യത്യാസം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇനിയും ഇതേപോലെ വണ്ടികൾ കൊണ്ടുവരാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെങ്കിൽ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. അപ്പോഴേ നമ്മുടെ ശരിക്കുമുള്ള ഒരു ഗ്യാരേജാണ് നമ്മൾ എത്തിയേക്കണത് നമ്മുടെ. അപ്പം ഇവിടെയാണ് ഞാൻ വണ്ടികൾ ഇടാറ്. ഇനി ഇവിടുന്ന് എടുത്തിട്ട് നാളെ പോവാം. അതാകുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ വണ്ടി എടുക്കണം. അപ്പം നാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരിക വേണ്ടോ, അല്ലെങ്കിൽ കാറിലെ ബൈക്കിന് ഒന്ന് വണ്ടി എടുക്കാൻ പോവുക, ആ ഒരു ഇതേ വേണ്ടോ. ഇത്രയും ടാസ്ക് നമ്മൾ എടുക്കണ്ട, വണ്ടി ഓഫാക്കി ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ വണ്ടി ഞാൻ പുറത്തുനിന്ന് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഇതാണ് കണ്ടോ, നല്ല ലൈറ്റ് വർക്കാണ് വന്നേക്കണം വണ്ടിയുടെ ഉള്ളിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.